നമസ്കാരം. നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ കളിയാക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് യു പി, അത് കഴിഞ്ഞാൽ പിന്നെ ബീഹാർ. അത് കളിയാക്കുന്നത് ഒന്നാമത് BJP ഭരിക്കുന്ന സംസ്ഥാനമായതുകൊണ്ട്. നമ്മൾ എന്നും കേൾക്കുന്നതാണ് യു പിയിൽ മലയാളം മാധ്യമങ്ങൾ എപ്പോൾ വാർത്തയിടുകയാണെങ്കിലും ഇന്ത്യയിൽ കേരളം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെയുള്ള സംസ്ഥാനങ്ങൾ യു പി ആണ് എന്നാണ് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇവിടെയുള്ള ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. അതായത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിയും വിവരമുള്ള ആളുകളൊക്കെ എല്ലാ കാര്യങ്ങളും അപ്പോൾ അറിയുന്നുണ്ട്. പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ തരുന്ന വാർത്ത മാത്രം കണ്ട് അതും വിശ്വസിച്ച് കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല, കണ്ട് അതും വിശ്വസിച്ച് അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിൽ വേറെ സംസ്ഥാനത്തൊന്നും ഇതുപോലെ അക്രമങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്ത്യ മാരാത്താണ് ഈ ബംഗാൾ എല്ലാം ഉള്ളത്. വെസ്റ്റ് ബംഗാളിലൊക്കെ ഒരുപാട് നമുക്ക് അറിയാം, ഒരുപാട് ആക്രമണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അറിയാറുണ്ടോ ഇവിടെ ആരെങ്കിലും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യാറുണ്ടോ ബംഗാളിൽ ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും പാർട്ടി ഭരിക്കുന്ന, അപ്പം അവരൊക്കെ ഇഷ്ടത്തിലുള്ള കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇതേപോലെ ആക്രമണം ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. അവിടെയൊക്കെ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ റിപ്പോർട്ട് ചെയ്യാറുണ്ടോ? ഇല്ല. ഇപ്പം ലാസ്റ്റ് മമതാ ബാനർജി പറഞ്ഞ പോലെ പെണ്ണുങ്ങളെ രാത്രി പുറത്തിറങ്ങരുത്. അപ്പം അതിന് മറിച്ചൊരു ട്വീറ്റ് ഇട്ടിട്ടുണ്ട്. രാത്രി പുറത്തിറങ്ങിയോണ്ടാണ് ഇപ്പം വേൾഡ് കപ്പ് ഇന്ത്യ നേടിയത്, പെൺകുട്ടികൾ. നമ്മുടെ ഭൂമിശാസ്ത്രമായിട്ട് തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമുക്ക് കേരളവും മറ്റു സംസ്ഥാനങ്ങളും തമ്മിൽ. നമ്മൾ കേരളം കണ്ട് പരിചയിച്ച ഒരാൾക്ക് പുറത്ത് പോകുമ്പോൾ നമുക്കൊരു വേറൊരു നെഗറ്റീവ് ഫീലാണ് നമുക്ക് ഉണ്ടാവുക പൊതുവേ. അതൊരു കാരണമാണ്. പിന്നെ രണ്ടാമത് ഈ യു പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പണ്ട് ഭരിച്ചിരുന്ന ആളുകൾ BJPക്കാരല്ല. അപ്പം അന്ന് മുതലേ യു പി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോഴും ഓർമ്മയുണ്ട്. BJP ഭരിക്കുന്ന മുന്നേ തന്നെ ഇവിടെ നിന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ പോയിട്ട് യു പിനെ പറ്റിയിട്ട് തന്നെ. നമ്മുടെ യു പിയിൽ നിന്ന് ടൗണിൽ തന്നെ മെയിൻ സിറ്റി തന്നെ ഒരു 4-5 കിലോമീറ്റർ അകത്തേക്ക് പോയാൽ തന്നെ ഗ്രാമങ്ങളായി എന്നുള്ള അവർ തന്നെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്. അതായത് ഒരുപാട് വർഷങ്ങൾ ഭരിച്ച കോൺഗ്രസ് ആണ്, അങ്ങനെയാണ് നമുക്കിങ്ങനെ പറയാം. ഒരുപാട് 60 വർഷത്തോളം ഭരിച്ച കോൺഗ്രസ് ആണ് യു പിയെയും അല്ലെങ്കിൽ ബീഹാറിനെയും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഉള്ള പല സംസ്ഥാനങ്ങളെയും അങ്ങനെ ആക്കിയെടുത്തതെന്നാണ് നമ്മൾ അങ്ങനെ പറയാം, ഇല്ലേ? അപ്പം യു പിയെ പോലുള്ളൊരു സംസ്ഥാനത്തെ നല്ലൊരു സംസ്ഥാനമാക്കി, അതായത് വികസിത സംസ്ഥാനമാക്കിയിട്ടോ അല്ലെങ്കിൽ ഈ പിടിച്ചുപറിയും കൊള്ളയും കാര്യങ്ങളൊക്കെ അതൊക്കെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടി വിജയിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നടക്കുന്ന സംഭവമല്ല. അതൊക്കെ നമുക്ക് ചിന്തിക്കാനുള്ള കാര്യമുള്ളൂ. അപ്പം വർഷങ്ങളെടുക്കും. അപ്പം ഇപ്പം ഭരിക്കുന്ന യോഗി ആദിത്യനാഥ് നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ യു പിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് കരുതി അതൊക്കെ യു പിൻ്റെ ഒരു 10% ആയിട്ടുള്ളൂ. ഇനിയും കിടക്കുന്ന 90% മാറ്റിയെടുക്കാൻ. അപ്പോൾ അതൊന്നും ഒരു സുപ്രഭാതത്തിൽ നടക്കുന്ന കാര്യമല്ല. അതൊക്കെ നമുക്ക് എന്താ പറയുക, അരിയാഹാരം കഴിക്കുന്ന ആർക്കും ചിന്തിക്കാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് പറഞ്ഞ പോലെ 60 വർഷം ഭരിച്ച കോൺഗ്രസ്സിന് അതൊക്കെ റെഡിയാക്കാമായിരുന്നു. അപ്പോൾ കോൺഗ്രസ് ഭരിച്ച് ആ ലെവലിൽ ആക്കി കൊടുത്തിട്ടാണ് BJPയുടെ കയ്യിലേക്ക് എത്തുന്നത്. അപ്പോൾ BJP അത് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരുപാട് വർഷങ്ങൾ പിടിക്കും. ഇപ്പം ചെയ്യുന്ന ഒരുപാട് ക്രിമിനൽസ് ഉള്ള സ്ഥലങ്ങളാണ് അതൊക്കെ. അപ്പോൾ അവിടെയൊക്കെ മാറ്റി അവരൊക്കെ ഒതുക്കി വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങൾ പിടിക്കും, ഇല്ലേ? അതൊക്കെ എത്ര വർഷം പിടിക്കും എന്നുള്ളതൊക്കെ നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ അവിടെ ഭരിക്കുന്ന ആളുടെ കഴിവുകളാണ്. അപ്പോൾ അതിനൊക്കെ കുറ്റം പറഞ്ഞ് BJPൻ്റെ കയ്യിൽ അധികാരം കിട്ടിയ പിറ്റേന്ന് തന്നെ അവിടെ എത്ര ക്രിമിനൽസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അതൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് അതൊക്കെ ഒരു പാർട്ടീൻ്റെ മുകളിലേക്ക് അത് വരുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെയാണ് ബീഹാർ. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പിന്നോക്കം ഉള്ള സംസ്ഥാനങ്ങളാണ്. അവരൊക്കെ മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങൾ പിടിക്കും. അപ്പോൾ നമുക്ക് അറിയാം നോർത്ത് ഇന്ത്യൻസിൽ ഒരുപാട് സംസ്ഥാനങ്ങളിൽ എന്താണ് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. എന്ന് കരുതി എല്ലാം മോശമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരുപാട് ബീഹാറിലാണെങ്കിലും യു പിയിലാണെങ്കിലൊക്കെ ഒരുപാട് വികസിത സ്ഥലങ്ങളുണ്ട്, ഒരുപാട് നല്ല നല്ല ആളുകളുണ്ട്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരെയും കുറ്റം പറയാനോ മോശക്കാരാക്കാനോ പാടില്ല. കാരണം ഇതാണ് സംഭവം. യു പി ആണെങ്കിലും ബീഹാർ ആണെന്നുണ്ടെങ്കിലും ഏതൊരു സംസ്ഥാനമാണെന്നുണ്ടെങ്കിലും. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കളിയാക്കുന്നതാണ് ശൗചാലയം.
കോടിക്കണക്കിന് ആളുകൾക്ക് ശൗചാലയം ഇല്ലാതെയാണ് 2014 BJP അധികാരം ഏറ്റപ്പോൾ ഉണ്ടായിരുന്നത്. മനുഷ്യന് ഏറ്റവും ആദ്യം വേണ്ടത് ബാത്റൂമാണ്. ഓക്കെ, അതുപോലും കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിന്നാണ് കോൺഗ്രസിൽ നിന്ന് BJP അധികാരം ഏറ്റത്. അപ്പോൾ കോടിക്കണക്കിന് ആളുകൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ ശൗചാലയം കൊടുത്ത കാര്യങ്ങളൊക്കെ ഇപ്പോഴും ട്രോളായിട്ടാണ് ആളുകൾ എടുക്കുന്നത്. അതായത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ബാക്കിയുള്ള പാർട്ടികളൊക്കെ ട്രോളായിട്ട് എടുക്കുന്നത്, വളരെ എന്താ പറയുക, ലാഘവത്തോടെ എടുക്കുന്നത്. പക്ഷേ മനുഷ്യന് ഏറ്റവും വേണ്ട ഒരു സാധനമാണ് ഈ ബാത്റൂമും കാര്യങ്ങളൊക്കെ. അതുപോലും കൊടുക്കാതെയാണ് കോൺഗ്രസ് ഇത്രയും വർഷം ഭരിച്ചത്. ഓക്കെ, 2014 BJP അധികാരം ഏൽക്കുമ്പോൾ കോടിക്കണക്കിന് ആളുകൾക്ക് ശൗചാലയമില്ലാതെ വെളിയിലായിരുന്നു കാര്യം സാധിച്ചത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു മനുഷ്യന് വേണ്ട കാര്യമാണ് BJP സർക്കാർ അധികാരമേറ്റ സമയത്ത് തന്നെ കൊണ്ടുവന്നത്. ഒരുപാട് ആളുകൾക്ക് അതിലൂടെ കിട്ടി. പക്ഷെ എന്ന് കരുതി ഈ 150 കോടി ജനങ്ങൾക്ക് ഒറ്റ തീർപ്പിൽ തന്നെ നമുക്ക് എല്ലാം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഇപ്പോഴും ശൗചാലയം ഇല്ലാത്ത ആളുകളുണ്ട്. നമുക്കത് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ മഹാരാജ്യത്ത് എത്ര പേരുണ്ടാവും? കേരളം വിട്ട് പുറത്തു പോയ ഏതൊരാൾക്കും മനസ്സിലാവും. ട്രെയിനിൽ കൂടെ യാത്ര ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ ശൗചാലയത്തിൻ്റെ കുറവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള വളരെ ബാലിശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആണ് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ ട്രോളായിട്ട് ഉന്നയിക്കുന്നത്. അപ്പോൾ ഈ ട്രോളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ചൊരു വിവരമുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് തിരുത്താൻ പറ്റും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏത് UPൻ്റെ ആയാലും ബീഹാറിൻ്റെ ആയാലും ഏത് സംസ്ഥാനത്തിൻ്റെ ആയാലും പിന്നോക്ക സംസ്ഥാനം ആയിരുന്നു, അതൊക്കെ മുന്നോട്ട് വരണമെങ്കിൽ ഒരുപാട് സമയങ്ങൾ പിടിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ശൗചാലയത്തിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തു, ഇനി ഒരുപാട് പേർക്ക് കൊടുക്കാനുണ്ട്. അത് ഒറ്റ ദിവസം കൊണ്ടൊന്നും കൊടുത്തു തീരില്ല. ഓക്കെ, അതിലാണ് വീണ്ടും BJPക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്നത്. മാധ്യമം ഇലക്ഷൻ പ്രമാണിച്ച് ഇപ്പോൾ ബീഹാറിൽ പോയിട്ട് ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. ബീഹാറിൻ്റെ പ്രദേശങ്ങളിൽ പോയിട്ട് അവിടുത്തെ ഗ്രാമങ്ങളെ കാണിക്കുകയാണ്. എന്തിന്? കുറച്ച് അറിവും ബുദ്ധിയുള്ള ഏതൊരു ഇന്ത്യക്കാരനും അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അല്ലാതെ ഇപ്പോഴും അവിടെ ആൾക്കാർ യൂറോപ്യൻ ക്ലോസറ്റും അല്ലെങ്കിൽ AC റൂമിലൊക്കെ അല്ലല്ലോ യൂസ് ചെയ്യുന്നത്, ബാത്റൂം യൂസ് ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാം. അതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. കോടിക്കണക്കിന് ആളുകൾക്ക് ബാത്റൂം ഇല്ലാണ്ടാണ് നിൽക്കുന്നത്. അതിൽ പകുതി പേർക്കെങ്കിലും കൊടുത്തു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനിയും കൊടുക്കാനുണ്ട്. അത് നമുക്ക് ഇനി വരുന്ന ഒരു വർഷം കൊണ്ട് നമുക്ക് ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല. അതിനൊക്കെ ഒരുപാട് ടൈം പിടിക്കും. ഓക്കെ, 3.5 കോടി ജനങ്ങളുള്ള നമ്മുടെ ഈ കേരളത്തിൽ ഇനിയും ബാത്റൂം ഇല്ലാതെ നിൽക്കുന്ന ആളുകളുണ്ട്. പിന്നെയാണോ ഈ 140 കോടി ജനങ്ങൾക്ക് ഒറ്റ വർഷം കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇതുപോലുള്ള വിവരമില്ലായ്മ വിളിച്ചു പറഞ്ഞ് അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് വോട്ട് പിടിക്കാമെന്ന തന്ത്രം അതാണ് ചെയ്തിരുന്നത്. പണ്ട് നമുക്ക് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മളത് വിശ്വസിച്ചു. പിന്നെ ആളുകൾക്ക് ചിന്തിക്കാനുള്ള കുറച്ചൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. അപ്പോൾ ആളുകളൊക്കെ ഒരുപാട് മാറി ചിന്തിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾ പറയുന്നതല്ല അതിൻ്റെ പുറകെയുള്ള സത്യം. എല്ലാം ചിന്തിക്കാനുള്ള കഴിവും വിദ്യാഭ്യാസവും ഇപ്പം ആളുകൾക്കുണ്ട്. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ഏത് പാർട്ടിയാണെന്നുണ്ടെങ്കിലും നമ്മൾ ജനങ്ങൾക്ക് ഒരു മാതൃകയാവണം. അതായത് അറിവുകൾ പകർന്നു കൊടുക്കുക, സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അല്ലാതെ ആളുകളെ വീണ്ടും വിഡ്ഢികളാക്കുകയല്ല. സാധാരണ ജനങ്ങളെയും കാട്ടും അറിവുകൾ വേണ്ട ആളാണ് മാധ്യമപ്രവർത്തകർ. അല്ലാതെ നമ്മൾ ഈ പിന്തിരിപ്പൻ പരിപാടിയായിട്ട് നടന്നു കഴിഞ്ഞാൽ ആളുകൾ നിങ്ങളെ വിശ്വസിക്കാതിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.